നമസ്കാരം. തിരുവനന്തപുരം ചിറയൻകീഴിൽ നിന്ന് അതിദാരുണമായ ഒരു വാർത്ത പുറത്തുവരികയാണ്. ഉറങ്ങിക്കിടക്കുന്നതിനിടെ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചു. ചിറയൻകീഴ് അഴൂർ സ്വദേശികളായ ദിലീപ്, അനു ദമ്പതികളുടെ മകൻ ദിക്ഷൽ ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കുട്ടി കിടന്നുറങ്ങി മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തു. നിലവിൽ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദിലീപിന്റെയും അനുവിന്റെയും ഏക പ്രതീക്ഷയായിരുന്ന ദിക്ഷൽ എന്ന 8 വയസ്സുകാരൻ ഉറക്കത്തിൽ മരണം പുൽകുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടെ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചത് കണ്ടാണ് വീട്ടുകാർ എഴുന്നേറ്റത്. പാമ്പ് കടിയേറ്റതാണെന്ന സംശയം തോന്നിയ ഉടനെ ചിറയൻകീഴ് ആശുപത്രിയിലേക്ക് പാഞ്ഞു. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. വീട്ടിലെ മുറിക്കുള്ളിൽ വെച്ച് തന്നെയാണ് പാമ്പ് കടിയേറ്റതെന്ന് ഉറപ്പിക്കുന്നതാണ് പിന്നീട് നടന്ന പരിശോധനയും. കുട്ടിയുടെ മുറിയിൽ നിന്ന് ഒരു മൂർഖൻ പാമ്പിനെ പിടികൂടുകയായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ കാട് പിടിച്ചു കിടക്കുന്ന സാഹചര്യം പാമ്പുകളുടെ ശല്യം വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാരും പരാതിപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാമ്പ് കടിയിട്ടുള്ള മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കോടാലിയിൽ സമാനമായ രീതിയിൽ വിദ്യാർത്ഥി മരിച്ചത്. ഫിൽജോയുടെ മകൻ ആൽജോയാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ആൽജോയും സഹോദരൻ അനോജും ഒരേ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. 2 കുട്ടികളുടെ വായിൽ നിന്ന് നുരയും പതയും വരുന്നത് കണ്ടാണ് പിതാവ് ഫിൽജോ ഉടൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ആൽജോ മരിച്ചിരുന്നു. മരണം പാമ്പ് കടിയേറ്റാണെന്ന സംശയത്തിനെ തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഹാളിൽ നിന്ന് ശംഖുവരയൻ പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. അനോജ് ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഉറങ്ങുമ്പോൾ കൊതുക് വലയോ കട്ടിലോ ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുവാനൊക്കെ സഹായിക്കും. കൂടാതെ പാമ്പ് കടിയേറ്റാൽ സമയം ഒട്ടും പാഴാക്കാതെ ആന്റിബനം ലഭ്യമായ ആശുപത്രികൾ എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അഴൂരിലെയും കോടാലിയിലെയും കുരുന്നുകളുടെ വേർപാട് നാടിന് നൊമ്പരമായി മാറുകയാണ്. സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നതിൽ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ചിറയൻകീഴിൽ മരണപ്പെട്ട ദിക്ഷലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കണമ്പോട് ഉറക്കത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കാവുങ്ങൽ അൽജോയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് വെള്ളിക്കെട്ടൻ വർഗത്തിൽപ്പെട്ട പാമ്പിനെ വീട്ടുകാർ കണ്ടത്. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. വീണ്ടും മുറികളിലെല്ലാം പരിശോധന നടത്തി. ആൽജോയെ കടിച്ച പാമ്പിനെ കൂടാതെ സംസ്കാര ദിവസം മറ്റൊരു പാമ്പിനെയും കണ്ടെത്തിയിരുന്നു. ആൽജോയുടെ സഹോദരൻ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അനോഷിന്റെ രോഗാവസ്ഥയിൽ ഇപ്പോൾ പുരോഗതിയുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരുന്നു. ഇതിനിടെ തന്നെ വാണിയമ്പാറ കൊമ്പാഴയിൽ വീടിന്റെ ശുചിമുറിയിൽ വെച്ച് 2.5 വയസ്സുകാരനും പാമ്പ് കടിയേറ്റു. മാളിയേക്കൽ വീട്ടിൽ ശ്യാം പീറ്ററിന്റെ മകൻ ആദ്യത്തിനാണ് പാമ്പ് കടിയേറ്റത്. വിഷമില്ലാത്ത വെള്ളി പറയാൻ ഇനത്തിലുള്ള പാമ്പാണ് കടിച്ചത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് വീടിനുള്ളിലെ ശുചിമുറിയിൽ നിന്നും കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. ഉടൻ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഈ വേനൽ ചൂട് കഠിനമായതുകൊണ്ട് തന്നെ വീടുകൾക്കുള്ളിൽ തണുപ്പുള്ള ഇടങ്ങൾ തേടി പാമ്പുകൾ എത്തുന്നത് പതിവാണ്. ഇപ്പോൾ ഈ മൂർഖൻ പാമ്പിന്റെ വിഷം നേരിട്ട് നാഡീവ്യൂഹത്തെ ബാധിക്കുമെന്നതിനാൽ തന്നെ ശ്വസന തടസ്സം ഉണ്ടാകാനൊക്കെ കുട്ടികൾക്ക് സാധ്യത ഏറെയാണ്. കുട്ടികളിൽ രക്തചംക്രമണം വേഗത്തിലായതുകൊണ്ട് തന്നെ വിഷം ശരീരത്തിൽ പടരുവാൻ മിനിറ്റുകൾ മതി എന്നതും ഈ അപകടത്തിന്റെ ആഴം കൂടുന്നുണ്ട്. തൃശൂർ കോടാലിയിലെ ആൽജോയുടെ മരണം കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. ഇവിടെ കുട്ടിയെ കടിച്ചത് ശംഖുവരയൻ എന്ന പാമ്പാണ്. ഈ പാമ്പിന്റെ കടിയേറ്റാൽ വേദനയോ അല്ലെങ്കിൽ വലിയ തടിപ്പോ അനുഭവപ്പെടാറില്ല എന്നതാണ് ഏറ്റവും വലിയ ചതി. മിക്കപ്പോഴും ഉറക്കത്തിൽ കടിയേൽക്കുന്നത് അറിയാറില്ല. ആൽജോയ്ക്കും സഹോദരൻ അനോജിനും രാത്രിയിൽ വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടപ്പോൾ വീട്ടുകാരത് പാമ്പ് കടിയാണെന്ന സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഈ തലേ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് തന്നെ അത് ഭക്ഷ്യവിഷബാധയാകാമെന്നാണ് അവർ ഉറച്ചു വിശ്വസിച്ചത്. പക്ഷെ കുട്ടികളുടെ വായിൽ നിന്ന് നുരയും പതയും വരികയും ശരീരം നീലിക്കുകയും ചെയ്തപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം അവർക്ക് ബോധ്യപ്പെട്ടത്. ചാലക്കുടിയിലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ആൽജോയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നീട് വീട്ടിലെ മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഹാളിന്റെ വശത്തായി ശംഖുവരയൻ പാമ്പിനെ കണ്ടെത്തിയത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം. കടുത്ത ചൂട് കാരണം പാമ്പുകൾ മാളത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിർബന്ധിതരാകുന്നു. വീടിന്റെ തറയോരത്തെ തണുപ്പും ഫ്രിഡ്ജിന് പിന്നാലെയും അലമാരയ്ക്കടിയിലെയും ഇരുട്ടും തണുപ്പും ഒക്കെ അവയെ ആകർഷിക്കുന്നു. ഉറക്കത്തിൽ വേണ്ട സുരക്ഷ. 2 സംഭവങ്ങളിലും കുട്ടികൾ നിലത്തോ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലോ ഉറങ്ങിയതാകാം അപകട കാരണം. കൊതുകുവല കൃത്യമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇത്തരം അപകടങ്ങൾ 90% ഒഴിവാക്കാമായിരുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. പാമ്പിന് കൊതുകുവലയുടെ തുളകളിലൂടെ അകത്തേക്ക് കടക്കുവാൻ കഴിയില്ല. ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ തിരിച്ചറിയണം.
പാമ്പ് കടിയേറ്റാൽ ഉടൻ വായിൽ നിന്ന് നുരയും പതയും വരിക, കണ്ണിന്റെ പോളകൾ തളരുക, സംസാരം കുഴയുക ഇവയ്ക്ക് പ്രധാന ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒട്ടും വൈകാതെ തന്നെ ആന്റിവനം ലഭ്യമായ ആശുപത്രികളിൽ എത്തിക്കുക. ഈ രണ്ട് സംഭവങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് വീടിനുള്ളിൽ പോലും നാം സുരക്ഷിതരാണെന്ന് അന്ധമായി വിശ്വസിക്കരുത് എന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെയാണ്. കുട്ടികൾ ഉറങ്ങുന്ന മുറിക്കുള്ളിൽ ഇടയ്ക്കിടെ പരിശോധിക്കുന്നതും വീടിന് ചുറ്റും കാട് പിടിക്കാതെ സുരക്ഷിതമാക്കുന്നതും അത്യന്താപേക്ഷിതമാണ്. ചിറയൻകീഴിലും തൃശ്ശൂരിൽ നടന്ന ഈ സംഭവങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. വീടിനുള്ളിൽ പോലും മരണം പതുങ്ങിയിരിക്കുമ്പോഴും ചില ലളിതമായ മുൻകരുതലുകൾ എടുത്താൽ ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഈ പാമ്പുകളിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം? ആരോഗ്യ വിദഗ്ധരും വന്യജീവി സംരക്ഷകരുമൊക്കെ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഈ പാമ്പ് കടിയേറ്റുണ്ടാകുന്ന മരണങ്ങളിൽ ഭൂരിഭാഗം സംഭവിക്കുന്നത് ഉറക്കത്തിലാണ്. ഇതിനുള്ള ഏറ്റവും വലിയൊരു പരിഹാരം എന്ന് പറയുന്നത് കൊതുകുവല ഉപയോഗിക്കുക എന്നതാണ്. കൊതുകുവലയുടെ തുളകളിലൂടെ ഈ പാമ്പുകൾക്ക് അകത്തേക്ക് കടക്കാൻ കഴിയില്ല. എന്നാൽ ഈ വലയുടെ അറ്റങ്ങൾ കട്ടിലിനടിയിലേക്ക് നന്നായി തിരികെ വയ്ക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തറയോരത്തെ തണുപ്പാണ് ഈ പാമ്പുകളെ വീടിനുള്ളിലേക്ക് ആകർഷിക്കുന്നത്, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത്. അതുകൊണ്ട് നിലത്ത് പായ വിരിച്ചോ മെത്തയിട്ടോ ഉറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കി കട്ടിലുകൾ ഉപയോഗിക്കുക. കട്ടിലിന് ചുറ്റും പാമ്പുകൾക്ക് കയറുവാൻ കഴിയുന്ന വിധത്തിൽ തുണികളോ മറ്റോ തൂക്കിയിടരുത്. ചെരുപ്പുകൾ പുറത്തോ മുറിക്കുള്ളിലോ അലക്ഷ്യമായി ഇടാനും പാടില്ല. പാമ്പുകൾ ചുരുണ്ടുകൂടിയിരിക്കുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഈ ചെരുപ്പുകൾക്കും ഈ ഷൂസുകൾക്കും ഉള്ളിലെ ഭാഗം. അതുകൊണ്ട് അലമാരയ്ക്കടിയിലെ ഇരുട്ട്, കട്ടിലിനടിയിലെ പഴയ സാധനങ്ങൾ, സ്റ്റെയർ കേസിന് താഴെയുള്ള ഭാഗം എന്നിവ കൃത്യമായി വൃത്തിയോടെ സൂക്ഷിക്കുക. വീടിനോട് ചേർന്ന് വിറകുകൾ അടുക്കി വെക്കുന്നതും മാലിന്യങ്ങൾ ഇടുന്നതും ഒഴിവാക്കണം. ഇത് എലികളെ ആകർഷിക്കുകയും ഈ എലികളെ പിടിക്കുവാനായി പാമ്പുകൾ എത്തുകയും ചെയ്യും. വീടിന് ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടിത്തെളിക്കണം. രാത്രി പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. പാമ്പ് കടിയേറ്റാൽ നമ്മൾ പരിഭ്രാന്തരാകരുത്. ഓടുകയോ അല്ലെങ്കിൽ കൂടുതൽ അനങ്ങുകയോ ഒക്കെ ചെയ്താൽ ഈ വിഷം വേഗത്തിൽ ശരീരത്തിൽ പടരും. മുറിവേറ്റ ഭാഗത്ത് മുറുക്കി കെട്ടാനോ രക്തം വലിച്ചെടുക്കാനോ സമയം കളയരുത്. ഒട്ടും വൈകാതെ ആന്റിവനം ലഭ്യമായ മെഡിക്കൽ കോളേജുകളിലോ ആശുപത്രികളോ ലക്ഷ്യമാക്കി നീങ്ങുക. ഓർക്കുക, പേടിയല്ല, ജാഗ്രതയാണ് വേണ്ടത്. ചെറിയ അശ്രദ്ധ പോലും വലിയ വില നൽകേണ്ടി വരുന്ന ദുരന്തങ്ങളിലേക്ക് നമ്മെ നയിക്കാം. ഈ ചിറയൻകീഴിലെ പിഞ്ചു കുഞ്ഞിന്റെ വിയോഗം നൽകുന്ന ഈ ഒരു മുന്നറിയിപ്പ് ഓരോരുത്തരും ഉൾക്കൊള്ളുക. സ്വയം സുരക്ഷിതരാവുക, കുടുംബത്തെയും സുരക്ഷിതമാക്കുക.